ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് ഗോസ്റ്റ്? നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മോള് നമുക്ക് അയച്ച ഒരു കമൻ്റാണ്, എങ്ങനെ നമുക്ക് പ്രേതത്തിനെ തടയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് റിയലായിട്ട് നടന്നിട്ടുള്ള ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസാണ് ചെയ്യുന്നത്. സോ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ABCD ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, ഈ ഒരു നെഗറ്റീവ് എനർജി അഥവാ ഈ ഒരു പ്രേതാത്മാക്കളുടെ പ്രസൻസിൽ നിന്ന് നമുക്ക് നമ്മളെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ആൻഡ് ഞാനത് കുറേ ഗൂഗിൾ ചെയ്തു, കുറേ ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ കുറച്ച് സംഭവങ്ങളുണ്ട്. ആ ഒരു സംഭവത്തിൽ നിന്നും എന്താ ഞാനിപ്പോൾ പറയാൻ വന്നത്? A few moments later. ഓക്കെ എല്ലാം വായിച്ചു. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. കുറച്ച് വസ്തുക്കളുണ്ട്. ഈ ഒരു സംഭവം നമുക്ക് ഗോസ്റ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മളെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോൾട്ടാണ്, ഉപ്പ്. നമ്മൾ ഡേസേറിയ മൂവിയിൽ കണ്ടിട്ടില്ല, അയാളിങ്ങനെ ഉപ്പൊക്കെ എല്ലായിടത്തും മേത്തൊക്കെ ഇങ്ങനെയൊക്കെ വിതറുന്നത്. സോ ഫസ്റ്റ് തിങ് ഈസ് ഉപ്പാണ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇരുമ്പാണ്, അയൺ. എൻ്റെ കയ്യിലില്ല, ബട്ട് അയൺ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നൊരു സംഭവമുണ്ട്, അതാണ് സേഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു എന്താ പറയുക, സം കൈൻഡ് ഓഫ് തുളസി. നമ്മുടെ തുളസി ഇല്ലേ, അത് ഏത് തുളസിയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതിൻ്റെ പിക്ചർ വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു സംഭവം നമ്മളെ പ്രേതത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓ മൈ ഗാഡ്. പിന്നെ വരുന്നത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹോളി വാട്ടറും പിന്നെ പ്രേയേഴ്സ്. ഇപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മൾ എക്സോസിസമൊക്കെ ചെയ്യില്ലേ, ഡീമനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രെയറൊക്കെ ചെയ്ത് പ്രത്യേകമായിട്ടുള്ള ആ സംഭവങ്ങൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെയുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ വന്നാലും ഞാൻ പേടിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള ഫിയർലെസ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇവരെ നേരിടാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിൽ വലിയ പൊട്ടത്തരായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ കുഴപ്പിക്കരുത്. I'm just kidding. So subscribe ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.